ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു കിച്ചണിൻ്റെ ഏരിയയിൽ അത്യാവശ്യം വരുന്ന പൈപ്പിംഗ് കാര്യങ്ങൾ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. പിന്നെ അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ചെറിയൊരു കിച്ചണിൻ്റെ ഏരിയ വരുന്നതാണ്. വീടിൻ്റെ ചെറിയൊരു കിച്ചൺ ഏരിയയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളാണ് നോക്കുന്നത്. ഇതാണ് മെയിനായിട്ട് വരുന്നത്. കിച്ചണിൻ്റെ ഡോറ് വരുന്നത് ഇവിടെയാണ് വരുന്നത്. ഈ ഡോറ് തുറന്നതിന് ശേഷം തുറപ്പ് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. തുറന്നതിന് ശേഷമാണ് നമ്മൾ ഈ സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നത്. അത് 8 മോഡ്യൂളിൻ്റെ ഒരു സ്വിച്ച് ബോർഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വരുന്നത് 2 ലൈറ്റ് വരുന്നുണ്ട്, എക്സോസ്റ്റ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഫാൻ വരുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ അകത്ത് വരുന്നത്. ഇനി വേണമെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലഗ് സ്വിച്ച് കൂടി കൊടുക്കാം. ഈ വരുന്ന രീതിയിലാണ്. ഫാൻ ഇവിടെ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഫാൻ പൊസിഷൻ നമ്മൾ രണ്ടാമത് ഓൾറെഡി വെട്ടിയിടുകയാണ് ചെയ്ത്. വാർക്ക വെട്ടിയതിന് ശേഷം ലെവലോസ് ഇട്ട് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് ഈ ബോക്സിലേക്കാണ് മെയിനായിട്ട് DBയിൽ നിന്നും സർക്യൂട്ട് വരുന്നത്. പിന്നെ അതിനുശേഷം 2 പൈപ്പ് നമ്മൾ 2 അടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഈ ഫ്രിഡ്ജ് വരുന്ന ഏരിയ. അതായത് ഈ സ്ലാബ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഏരിയ വരുന്നുണ്ടോ, ഈ ഏരിയയിലാണ് നമ്മൾ ഫ്രിഡ്ജ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ 150 സെൻറ്റിമീറ്റർ മുകളിലായിട്ടാണ് നമ്മളിവിടെ ഒരു പ്ലഗ് സ്വിച്ച് സോക്കറ്റ് വരുന്ന രീതിയിൽ നമ്മളവിടെ ഒരു 4 മോഡ്യൂളിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു എക്സ്ട്രാ വേണമെങ്കിൽ ഒരു സ്വിച്ച് കൂടി ഇടാൻ വേണ്ടിയിട്ടാണ് 4 മോഡ്യൂൾ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു 3 മോഡ്യൂളായാലും മതി. പ്ലഗ് സോക്കറ്റും കാര്യങ്ങളും സ്വിച്ചും 1 വേ സ്വിച്ചും കാര്യങ്ങൾ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ നിന്ന് തന്നെ ഒരു പൈപ്പ്, 1 ഇഞ്ച് പൈപ്പ് 25 mm പൈപ്പ് വന്നതിന് ശേഷം നമുക്കിവിടെ ഇടുന്ന മിക്സി, ഇൻഡക്ഷൻ കുക്കർ അങ്ങനെയുള്ള ഏരിയകളിൽ കുത്താൻ വേണ്ടിയിട്ട് 2 പവർ പ്ലഗ്, അല്ലെങ്കിൽ ഒരു പവർ പ്ലഗും ഒരു നോർമൽ പ്ലഗും കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇത് 8 മോഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എക്സോസ്റ്റ് അല്ലെങ്കിൽ ചിമ്മിണിയുടെ ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാവുന്ന രീതിയിലാണ്. അതായത് 2 പ്ലഗും 2 സ്വിച്ചും എന്ന് പറയുമ്പോൾ 6 മോഡ്യൂളാണ് വരുന്നത്. പിന്നെ ഒരു എക്സ്ട്രാ 2 സ്വിച്ച് കൂടിയുണ്ട്. പിന്നെ ആ ബോക്സിൽ നിന്ന് നേരെ വന്നതിന് ശേഷം നമുക്കിവിടെ ഒരു എക്സോസ്റ്റ് വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ജംഗ്ഷൻ ബോക്സ് 4x4 PVC കൊടുത്തു. അതിനുശേഷം അവിടെ നമ്മൾ പോയിൻ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് 4x4 വെച്ചിരിക്കുന്നത്. പിന്നെ അതുവഴി നേരെ വന്നതിന് ശേഷം ഇപ്പുറത്തെ സൈഡ് മോട്ടറിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. മോട്ടറിൻ്റെ ഓപ്ഷൻ നമ്മുടെ സിങ്കിൻ്റെ സൈഡിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. സിങ്ക് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സിങ്കിൻ്റെ സൈഡിലായിട്ട് ഈ ഏരിയയിലാണ് സിങ്ക് വരുന്നത്. അതായത് ഡയറക്റ്റ് വാട്ടർ കിണറിൽ നിന്നുള്ള വെള്ളം ഡയറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മോട്ടറിൻ്റെ ഓപ്ഷൻ നമ്മൾ ഇവിടെ കൊടുക്കുന്നു. പിന്നെ ഒരു പ്ലഗും ഒരു പ്ലഗ് സോക്കറ്റും സ്വിച്ചും കൂടി കൊടുക്കുന്നു. പിന്നെ അതുപോലെ 2 പ്ലഗ് സോക്കറ്റും സ്വിച്ചും മോട്ടറിൻ്റെ സ്വിച്ച് DP സ്വിച്ച് കൂടി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 8 ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് 8 കറക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് 2 പ്ലഗും 2 സ്വിച്ചും ഒരു DP സ്വിച്ച് കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഹൈറ്റാണ് നോക്കേണ്ടത്. കണ്ടോ, നിങ്ങൾക്ക് ഹൈറ്റ് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സ്ലാബ് വരുന്നത് 90 അല്ലെങ്കിൽ 85-90 ഫിനിഷിംഗ് ലെവൽ വരുന്നത്. അതിൽ നിന്നും ഒരടി അല്ലെങ്കിൽ 13 ഇഞ്ച് അല്ലെങ്കിൽ 12 ഇഞ്ച് ഈ ലെവലിൽ അതിന് മുകളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. 12 ഇഞ്ച് അല്ലെങ്കിൽ 13 ഇഞ്ചിൻ്റെ ലെവലിൽ നമ്മൾ ബോക്സ് വയ്ക്കുന്നു. ഇവിടെ ഫ്രിഡ്ജിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 150 സെൻറ്റിമീറ്ററിലാണ് ഹൈറ്റ് വെച്ചിരിക്കുന്നത്. പിന്നെ എൻട്രൻസ് സ്വിച്ച് വെച്ചിരിക്കുന്നത് 130 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു കിച്ചൺ എങ്ങനെ ചെയ്യാമെന്നോ അതിൻ്റെ പൈപ്പിംഗ് കാര്യങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ ബോക്സിൻ്റെ ഹൈറ്റ് വയ്ക്കാമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.